കോഴിക്കോട് ഇങ്ങാപ്പുഴയിൽ ദളിത് യുവതിക്ക് നേരെ ആക്രമണം. കുട്ടികൾ തമ്മിലുണ്ടായ തർക്കത്തിന്റെ പേരിൽ അയൽവാസികൾ മർദ്ദിച്ചതായാണ് പരാതി. വടികൊണ്ട് ശരീരമാസകലം അടിച്ചെന്ന് സന്ധ്യ. കണ്ണിനും മുഖത്തും പരിക്കേറ്റെന്നും യുവതി സംഭവത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. ഞാൻ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന് ഇതിലെങ്ങനെ വേദന എടുത്തിട്ട് ഇന്നലെ 2 പേര് കൂടി എന്നെ മർദ്ദിച്ചു. അമ്പടി ഗഫൂറിൻ്റെ പെങ്ങന്മാർ സീനത്തും റസിയും വലിയതാണ്. ഇവിടെയൊക്കെ വേദന, അത് ഇവിടെ കൈയൊക്കെ വേദന ഉണ്ട്, നോക്കി ചോര വന്നു, ഇവിടെയൊക്കെ വേദന, കുറയ്ക്കാൻ പറ്റില്ല. ഒക്കെയാണ് സംഭവം. സംസാരിക്കാൻ പറ്റുന്നില്ല, കൈയൊക്കെ വേദന, മേലും എഴുന്നേറ്റ് നിൽക്കാനും വയ്യ. അനഘ ഹർഷൻ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുകയാണ്. അനഘ, അവരുടെ വാക്കുകളിൽ തന്നെ വലിയ തോതിലുള്ള ആക്രമണം ഏറ്റിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഗൗതം, ഈ സംഭവം നടക്കുന്നത് ഇന്നലെയാണ്. ഈ താമരശ്ശേരി ഈങ്ങാപ്പുഴയിലുള്ള ആദിവാസി യുവതിയായിട്ടുള്ള ദളിത് യുവതിയായിട്ടുള്ള സന്ധ്യയ്ക്ക് നേരെയാണ് ഇത്തരത്തിലൊരു അതിക്രമം നടന്നിരിക്കുന്നത്. ഈ സന്ധ്യയുടെ കുട്ടികൾ തൊട്ടടുത്ത വീട്ടിലേക്ക് പോവുകയും അവിടെ കളിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ തർക്കം ഉണ്ടാകുന്നത്. ആ സമയത്ത് അയൽവാസിയായിട്ടുള്ള ഈ യുവതി പറയുന്നതനുസരിച്ചാണെങ്കിൽ റസിയ, സീനത്ത് എന്നിവർ വരികയും കുട്ടികൾക്കൊപ്പം കളിക്കാൻ പാടില്ല എന്ന് പറയുകയും ഒക്കെ തന്നെ ചെയ്തു. ആ തർക്കം ആ സമയം അവിടെ അവസാനിക്കുകയും ചെയ്തു. അതിനുശേഷം ഈ ദളിത് യുവതിയായിട്ടുള്ള സന്ധ്യ വീടിന് പുറത്തേക്ക് വരുന്ന സമയത്ത് ഈ റസിയ, സീനത്ത് എന്ന് പറയുന്ന ഈ 2 പേരും ചേർന്ന് വടികൊണ്ട് അതിക്രൂരമായി മർദ്ദിച്ചു എന്നാണ് സന്ധ്യ പറയുന്നത്. ഈ മർദ്ദനത്തിൽ മുഖത്തും കൈക്കും ശരീരമാസകലം പരിക്ക് ഈ സന്ധ്യയ്ക്ക് പറ്റിയിട്ടുണ്ട്. തുടർന്ന് ഈ സന്ധ്യയുടെ വീട്ടുകാർ ചേർന്നാണ് ഈ തൊട്ടടുത്ത ആശുപത്രിയിൽ, താമരശ്ശേരിയിലെ താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. അവിടെ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും ഈ യുവതിയെ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നു. ഇന്നലെ അവിടെ അഡ്മിറ്റ് ആയിരുന്നു. ഇന്ന് രാവിലെയാണ് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് എത്തിയത്. ഈ വീട്ടിലെത്തിയ സമയത്താണ് ഈ യുവതി ഈങ്ങാപ്പുഴ പോലീസ്, താമരശ്ശേരി പോലീസിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന് ഒരു പരാതി നൽകിയത്. അല്പം മുൻപാണ് ഈ പോലീസിൽ പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ താമരശ്ശേരി പോലീസ് ഈ യുവതിയുടെ മൊഴി എടുക്കുന്നുണ്ട്. മൊഴിയെടുക്കാനായി യുവതിയുടെ വീട്ടിലേക്ക് പോലീസ് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത് പറയുന്നതനുസരിച്ചാണെങ്കിൽ തന്നെ ജാതി വിളിച്ച് അധിക്ഷേപിക്കുന്ന സാഹചര്യമുണ്ടായി. മാത്രമല്ല, നിങ്ങളെപ്പോലുള്ളവർ മരിച്ചാൽ ആരും ചോദിക്കാൻ വരില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു അതിക്രൂരമായ മർദ്ദനം തനിക്ക് നേരെ ഉണ്ടായത് എന്നുകൂടി ഈ ആദിവാസി ദളിത് യുവതിയായിട്ടുള്ള സന്ധ്യ പറയുന്നുണ്ട്. എന്നാൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് താമരശ്ശേരി പോലീസ് FIR ഇട്ടിട്ടില്ല. ഒരു അന്വേഷണം, പ്രാഥമികമായിട്ടുള്ള അന്വേഷണം നടത്തി വരികയാണ് എന്നാണ് താമരശ്ശേരി പോലീസ് പറയുന്നത്. ഗൗതം, എന്തായാലും വളരെ ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നു. കോഴിക്കോട് ദളിത് പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന ഒരു സ്ത്രീക്ക് നേരെ വലിയ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. മുഖത്തുൾപ്പെടെ വടികൊണ്ടടിച്ചിരിക്കുന്നു. 2 കുട്ടികൾ തമ്മിലുള്ള പ്രശ്നത്തിനകത്തേക്ക് ആളുകൾ കയറി പിന്നീട് അത് മറ്റൊരു രീതിയിലുള്ള ഒരു പ്രശ്നമാക്കി അതിനെ മാറ്റുകയായിരുന്നു. അനഘയാണ് വിവരങ്ങളുമായി ചേർന്നത്.